ജീവനെ ഫുള്ള് നോക്കാൻ പോണത് ഞാനാണ്. ജീവുവിനെ ഫുള്ള് നോക്കാൻ പോണത് ഞാനാണ്. എൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ തെളിയിക്കാൻ പോവാണ്. ഞാൻ കാണട്ടെ ഉറങ്ങട്ടെ. ഞാൻ പോവാണ്. പപ്പ കുളിപ്പിച്ച റബ്ബേ മസല്ലി. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ് കേട്ടോ. സോ നമ്മൾ അതിന്റെ ഫ്ലാഗ് ഓഫിന്റെ ഒരു ചടങ്ങുണ്ട് ഇവിടെ. മോംസബിൽ എല്ലാവരും കൂടി ഒത്തുകൂട്ടിയിട്ട് ഫ്ലാഗ് ഒക്കെ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ചെറിയ കുട്ടികളുടെ പാട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു പരിപാടി. അപ്പോൾ രാവിലെ തന്നെ നമ്മളിന്ന് അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് കഴിഞ്ഞാൽ മോംസബിലെ നമ്മളെ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന്റെ പ്രത്യേകത, ഇന്ന് ജീവുവിനെ ഫുള്ള് നോക്കാൻ പോണത് ഞാനാണ്. ജീവുവിനെ ഫുള്ള് നോക്കാൻ പോണത് ഞാനാണ്. ജീവുവിനെ ഫുള്ള് നോക്കാൻ പോണത് ഞാനാണ്. എൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ തെളിയിക്കാൻ പോവാണ്. ഓക്കെ, പഠിച്ചോനെ ഇത്ര ആവേശമൊക്കെ ഉണ്ടോക്ക്. ഞാനാണ് നോക്കേണ്ടത് പറഞ്ഞപ്പോ തന്നെ അപ്പി കഴിക്കേ അതൊക്കെ വേണോ? അതിൽ വിടോ? കുറച്ച് ഓഫർ കിട്ടൂല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഞാനാണ് ജീവൻ ഇന്ന് നോക്കാൻ പോണത്. ജീവന്റെ A to Z കാര്യങ്ങളിൽ ഞാൻ നോക്കും. ഇതിനെ കൊണ്ട് പറ്റുന്ന ഞാൻ തെളിയിക്കുന്നു. നോക്കിക്കോ. ഓക്കെ, ആദ്യം നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് വരാം. എല്ലാവരുടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ കമാൻ. നമ്മുടെ രാജ്യം 1947 സ്വാതന്ത്ര്യം ലഭിച്ചു. എൻ്റെ രാജ്യം, ഞാൻ പിറന്ന രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇങ്ങോട്ടൊക്കെ മോളിസ് കൊണ്ടോക്കെ. എന്താ ഇവിടെ? നമ്മളെ ബാസികാക്കാണ് ജീവൻ ഓർക്കണത്. ഇപ്പച്ചിന്റെ കുട്ടിയാണോ? ഉറക്കി ഞാൻ കാണട്ടെ. എന്താണ് കുട്ടരാണ് പറയുന്നത്? എന്റെ മോളെ ഉറങ്ങിക്കേ. ഇന്ന് ഫുള്ള് ഇപ്പച്ചി നോക്കൂ. ആ ഇപ്പച്ചിനോട് ഇറങ്ങാനല്ല പറഞ്ഞത്. മോളർക്ക് വാവോ ഞാൻ കാണട്ടെ ഉറങ്ങട്ടെ. ഞാൻ പോവാണ്. ജീവ പോവാണ്. ഞാൻ നിനക്ക് ഓർക്കണ കാണണം. ബാപ്പയും മോളും കിടന്നുറങ്ങി. ഞാൻ ഒച്ചണ്ടാക്കട്ടെ. ഞാൻ ഓർക്കുമ്പോ ഉമ്മച്ചിന്റെ മോളെ. അങ്ങനെ ജീവനെ ബാസിക ഉറക്കി ഗൈസ്. കുറേ യുദ്ധങ്ങളൊക്കെ ചെയ്ത് ജീവ അങ്ങനെ ഉറങ്ങി.
ഇല്ല ബാസികാക്ക ഞോൾ എണീച്ചിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ. ഇല്ല ഓ ഓ ഓ 6 മാസത്തിന് ശേഷം ഒന്ന് ഉറക്കിയപ്പോൾ തന്നെ നിങ്ങൾ ആരായിപ്പോയി? ഞാൻ ഇനി ഒച്ച ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്ത് പണി? അപ്പോൾ എൻ്റെ മോൾ ഇറങ്ങി. ബാസിക്കാക്ക വിജയിച്ചിരിക്കുന്നു. പ്രൗഡ് ഓഫ് യു. ഓക്കെ, അപ്പം ശരി, ഇനി ഞാൻ മോൾക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ളതൊക്കെ സെറ്റപ്പ് ആക്കട്ടെ. ബാസിക്കാക്ക് വന്ന് ഉണ്ടാക്കിക്കോ. വേണ്ട ഇല്ല, അപ്പം ഇനി എണീച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനല്ല, അവിടെ നിലത്തേക്ക് ആ ഗ്യാസ് നോക്കണ്ട, പൊടി ഇടൂ. ഇതിലോ? ആ, എത്ര സ്പൂണ്? കുറച്ചിട്ടാ മതി, കുറച്ചിട്ടാ മതി, 1 സ്പൂൺ ഇട്ടാ മതി. ആ, എന്നിട്ട് ഇളക്കി. ആരോടൊക്കെ ദേഷ്യം ഉണ്ടാ, അത് കലങ്ങാണ്ട് കട്ടിയാവാണ്ട് ഇളക്കണം കേട്ടോ വസികാക്ക. എന്ത്? ആ, നിങ്ങൾ ഇളക്കലേ നിർത്തൂ. യാറബിലാലുമിനോ തമ്പുരാനെ. എന്നിട്ട് കുറച്ച് ഈ പൊടിയിട്. കുന്നങ്കായ, അത് ശർക്കര. ആ, കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി. ഓൾക്കൊരു ടേസ്റ്റിന് ഒരു പഞ്ചസാര അത്ര മതി. എന്നിട്ട് ഇനി ഗ്യാസ് ഓപ്പൺ ആക്കും. നല്ലോണം മിക്സ് ചെയ്യാം. ആ, അപ്പൊ ഇനി ഗ്യാസ് ഓപ്പൺ ആക്കും. ഹലോ, അവളെ പൊടി മൂടി വെക്കും. ഇനി ഗ്യാസ് ഓപ്പൺ ആക്കും. അതിന്റെ എടുക്ക്. അത് സ്പീഡ് കുറക്കി. ആ, സ്പീഡ് കുറക്കി. സ്പീഡ് കുറക്കി. അങ്ങനെ സ്പീഡ് കുറക്കിയാൽ വസികാക്ക അപ്പുറത്തേക്കാക്ക്. ആ, എന്നിട്ട് നല്ലോണം ഇളക്കി. ഓക്കെ, നല്ലോണം ഇളക്ക്. എക്സ്ക്യൂസ് മീ, വാട്ട്? ആ, മതി. ഈ വാസികാക്ക ഫുഡ് ഉണ്ടാക്കിയിട്ട് വരും ഗൈസ്. അപ്പൊ തന്നെ നമുക്ക് നമ്മളെ പണി നോക്കാം. നല്ലോണം ഇളക്കിയിട്ട് കുറുവാക്കണം. അതായത് സാധനം നല്ലോണം ഇളക്ക്. ഓക്കെ. ആ, ഈ ഒരു ഫുഡ് കൊടുക്കാനാണ് ബാസികാക്ക ഇത്ര അലമ്പ് ഉണ്ടാക്കണ കേട്ടോ ഗൈസ്. അങ്ങനെ കൊടുക്കല്. അങ്ങനെ കാലം വളർത്തണോ? ഓള് തിന്നാനെ. തൂതപ്പിക്കാനുള്ള ജീവ. ജീവോ കാൽമ കിടത്തിയിട്ട് കൊടുക്കണം. ആ, കീഞ്ഞു പോവാ. അപ്പൊ ഗൈസ് ഇത് പരാജയപ്പെട്ടിരിക്കുന്നു ബാസികാക്ക. ഫുഡ് അപ്പം ഇതില് തോറ്റിരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താ? ഓക്കെ, ഇനി അവളെ കുളിപ്പിക്കണം. മേലൊക്കെ അയക്കണേ. ഒന്ന് മേല് തുടച്ചാ നേരത്തെ കുളിപ്പിച്ചാല. കഴിഞ്ഞോ പാപ്പന്റെയും മോളെയും കുളി കഴിഞ്ഞാ? പപ്പ കുളിപ്പിച്ചെന്നേ. പപ്പ കുളിപ്പിച്ച മടിയല്ല, എന്നോട് കഴിയണില്ല. എന്താണെന്നറിയില്ല, ഞാൻ കൊറേ രാവിലെ നോക്കി പരാജയപ്പെട്ടതാണ്. ഓക്കെ,
നിങ്ങൾ പുതിയ ഉപ്പായൊക്കെ ഇടും. ഇനി കുപ്പായൊക്കെ ഇടാൻ പറഞ്ഞു. ഇനി പപ്പ മാറ്റി തരണം. ഡൈപ്പർ കിട്ടില്ലല്ലോ, ഡൈപ്പർ ഇട്ടിട്ടെ. പിന്നെ പൗഡർ, ലോഷന്, ക്രീം ഒക്കെ പഠിക്കും ഞാൻ. ആ നിങ്ങള് പഠിക്കും. ആ പമ്പസൊക്കെ തീർന്ന്. അപ്പൊ ഗൈസ് ബാസികാക്ക ജിവുനെ മാറ്റി കൊടുക്കാണ്. ജിവോ നല്ലോണം നിക്ക്, എന്നാലേ വരുള്ളൂ. ആ കാറ്റാടി അതാ 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 ആ കൊറച്ച് തേച്ചാ മതി കേട്ടോ ബാസികാക്ക. ആ അല്ലാ മസലിന്റെ കുട്ടീനെല്ലാം കൂടി ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യണേ? ജീവോ ജീവോ അതാ അതാ ലോക്കിട്ട് വെച്ചിട്ട് തള്ളാ തുറന്നിക്കണേ. ഓ എന്റെ റബ്ബേ മസല്ലി. ജീവ എന്തൊക്കെയാണ് പപ്പ? ജീവനെ കൊതു കുത്തിക്കണേ ഗൈസ്. തല മൊട്ടത്തല ഫുള്ള് കൊതാണ്. ആ കുപ്പായ ഇടണില്ല, ഞാൻ ഇനി മാറ്റണം. ഞങ്ങൾ ഇങ്ങനെ ജീവനെ കൊണ്ടുവന്ന് ജീവന് യെസ് പാർട്ടി വേറെ അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് കാസർഗോഡ് കല്യാണം ഉണ്ട്. അതിന് പാർട്ടി വെയർ എടുക്കാണ്ട്. അപ്പൊ അത് നമ്മള് വെൽക്കം ബാഗിൽ പോകണം. ഇവിടെ മോംസബിന്റെ ഫ്രണ്ട് തന്നെയാണ് വെൽക്കം ബാഗിന്. അപ്പൊ അവിടെ പോയിട്ട് ഡ്രസ് എടുക്കും. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണിക്കാം. യെസ് അപ്പൊ ഇത് ജീവൻ എടുത്തേ. നിങ്ങൾ രണ്ടാളും കൂടി വൈൻഡപ്പ് പറയുന്നത് ഞാനില്ല. ഇതില് ഞാൻ ഏറ്റവും ടാസ്ക് ആയിട്ട് ചെയ്ത സാധനം എന്ന് പറയുന്നത് ജുബിനെ ചികിത്സക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 1 മണിക്കൂറിൽ ഞങ്ങളെ നോക്കണം. അതൊരു 1.5 ടാസ്ക് ആണ്. ഇവള് ജുബിനെ കാണാതെ ഉറങ്ങൂല്ല, ഒന്നുമില്ല. അപ്പൊ പാട്ട് കച്ചേരി ആയിരിക്കും. പാട്ട് കച്ചേരി ആയിരിക്കും. അപ്പൊ ഫോണ് ഞാൻ ഓൾക്ക് കാണിച്ചു കൊടുത്ത് ശീലിപ്പിക്കലില്ല. അപ്പൊ ഒന്നെങ്കിൽ എടുത്ത് കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓളപ്പം കളിക്കണം, അല്ലെങ്കിൽ ഓളിങ്ങനെ പാടും. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അപ്പി കേക്ക് കൊടുക്കാറില്ല, ഫുഡ് കൊടുക്കാനും അറിയില്ല. ഫുഡ് കൊടുക്കാൻ എന്നെ കൊണ്ട് കാര്യമില്ല. ഞാൻ പോയ സമയത്തല്ലേ ഓൾ അപ്പിട്ടത്. ഇപ്പോഴും നോക്കി. പിന്നെ ഓള് കുറച്ച് തിന്നത് ആപ്പിളാണ്. ആപ്പിളിന്റെ ഇപ്പൊ ഇങ്ങനെ ഉടച്ചു കൊടുത്തപ്പോ അത് ആ വീഡിയോ എടുക്കാൻ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. ഈ പോയ സമയത്താണ് ബാക്കിലെ ടാസ്ക് നോക്കാന്. പക്ഷെ ഈ ചലഞ്ച് ഇനി ഞാൻ ചെയ്യൂല, കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്നെ കൊണ്ട് കഴിയണില്ല പരിപാടി. അങ്ങനെ കയ്യാടെക്കരുത്, അങ്ങനെ പഠിക്കണം. നിങ്ങളെ വാപ്പന്മാർക്കും ഉണ്ട് ഇതിലൊക്കെ അത് കേട്ടോ പങ്ക്. നല്ല നോക്കണ വാപ്പന്മാരുണ്ടല്ലോ, അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ അറിയാത്ത? പക്ഷെ ഞാൻ ഈ ഉള്ളതുകൊണ്ട് അങ്ങനെ നോക്കലില്ലല്ലോ. ഞാൻ ഉണ്ടോണ്ട് വെച്ചിട്ട് എനിക്കിട്ട് പണി എന്താണ് രാവിലെ തന്നെ എന്നോട് നമുക്ക് അങ്ങനെ ബ്ലോഗ് എടുക്കാൻ. ഇന്ന് നിങ്ങളാ പറഞ്ഞത്, ഞാനല്ല. നിങ്ങളെന്നാ പറഞ്ഞത്, ഞാൻ ഒരു അക്ഷരം ഉണ്ടില്ല. ഐഡിയ പറഞ്ഞെന്ന് വെച്ചിട്ട് എന്തായാലും ഞങ്ങൾക്ക് ഈ പരിപാടി നടക്കൂല. നിങ്ങളെ ഇല്ല, നാളെ ഇതൊരാഴ്ച കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉഷാറായിട്ടുള്ള ഒരു വാപ്പായി. എനിക്ക് പിന്നെ സുഖമായിട്ട് ഇവിടെ കിടക്കാം. ജീവു പപ്പന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ജീവുവിന്റെ ഒരു ഒപ്പീനിയൻ പറയൂ. എന്റെ കുട്ടി പറയൂ. മമ്മ നോക്കണതാണോ ഇഷ്ടായത്, പപ്പ നോക്കണതാണോ ഇഷ്ടായത്? പപ്പ നോക്കണത് പറ ജീവ. പപ്പ നോക്കണതല്ലേ ജീവ? മൊട്ടു ജീവു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇന്ന് വൈൻഡപ്പിൽ ഞാനാണ് പുറകെ നിന്ന് വൈൻഡപ്പ്. സാധാരണ ഞാനാണ് ക്യാമറമാൻ ആയിട്ടുണ്ടായത്. ഇപ്പൊ നിങ്ങൾക്ക് ജുബിനെ കാണുന്നില്ലല്ലോ. അതാണ്. ഒന്നാമത് ഫോൺ കുറച്ച് വലിയ ഫോൺ ആയതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ക്യാമറ എടുക്കുമ്പോ അതിന്റെ ബാക്കിൽ നിന്നാലേ അല്ല എയിമിൽ എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഓക്കെ, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.